ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിറ്റാർ സെൻറ്റർ യുവജന സഖ്യത്തിൻ്റെയും പെരുമ്പട്ടി സെൻറ്റർ യുവജന സഖ്യത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോമ്പിൻ്റെ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയൊക്കെ അവസ്ഥകളോട് നമ്മളെ രമ്യപ്പെടുത്തുവാൻ തക്കവണ്ണം, നമ്മളെ പുതുക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന പീഡാനുഭവ വാരത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പീഡാനുഭവ വാരത്തിൻ്റെ ഈ ദിവസത്തിൽ സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാമതായി യെരുശലേം ദേവാലയത്തിന് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ച്, രണ്ടാമതായി ലോക അവസാനം എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ച്, മൂന്നാമതായി യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്. 24 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശിഷ്യന്മാർ ക്രിസ്തുവിനെ ദേവാലയത്തിൻ്റെ പണി കാണുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അതിന് ക്രിസ്തു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലും അവശേഷിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ മുമ്പ് പറഞ്ഞിട്ടുള്ള യെരുശലേം ദേവാലയത്തിൻ്റെ സംഭവിക്കാനിരിക്കുന്ന നാശത്തേക്ക് കൃത്യമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് യേശു ക്രിസ്തു ഇതിലൂടെ ചെയ്യുന്നത്. ഇനി 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നത് ലോകത്തിൻ്റെ അവസാനം എപ്രകാരമായിരിക്കുമെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന മറുപടിയാണ്. അനേകരാൽ പറ്റിക്കപ്പെടുകയും അതുപോലെ തന്നെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ സംഭവിക്കുകയും ജാതികൾ ജാതികളോട് എതിർക്കും, രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കും, അങ്ങനെ കള്ളപ്രവാചകന്മാരാൽ പറ്റിക്കപ്പെടും. ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങളും മഹാദുരിതങ്ങളും അധംപതനങ്ങളും നമ്മെ തേടി വരാനിരിക്കുന്നുവെന്ന് ക്രിസ്തു അവിടെ പറയുന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരു തിരിച്ചറിവ് കൂടിയാണ്. ലോകാവസാനത്തോടടുക്കുമ്പോൾ നാം അനുഭവിക്കാനിരിക്കുന്ന പീഡനകൾ, വേദനകൾ എന്തൊക്കെയെന്ന് ക്രിസ്തു നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. 8-ാം വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പറയുന്നു, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഈറ്റുനോവ് എന്നാൽ അമ്മ അനുഭവിക്കുന്ന പ്രസവ വേദനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കർത്താവ് ലോകാവസാനത്തെ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്ന വേദനയോട് താരതമ്യപ്പെടുത്തുകയാണ് ഇവിടെ. എന്നാൽ എത്ര ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയപ്പെടുന്ന പ്രസവ വേദന അനുഭവിക്കുമ്പോഴും ഒരമ്മ അതിലൂടെ ആത്മനിർവൃതി അടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഓരോ അമ്മമാരിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഭീതിയും ഭയവും പേടിയും ഒക്കെ ആയിരിക്കാം. ഈ പീഡനങ്ങളെക്കുറിച്ച്, ഇനി വരാനിരിക്കുന്ന ആ മോശപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചുള്ള ഭയം ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, അതിനു പകരം കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയിലുണ്ടാകുന്ന ആത്മനിർവൃതി, ആ സന്തോഷമായിരിക്കണം നാം ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടതെന്ന്. ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവന് ലോകാവസാനത്തോളം ഇടമുണ്ടായിരിക്കും. അവന് അവിടെ ഉണ്ടാവുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശ ആയിരിക്കണം. 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് നാം ഏൽക്കേണ്ടി വരുന്ന മഹാപീഡനങ്ങളെക്കുറിച്ചാണ്. നാം ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കഷ്ടതകളും ദുരിതങ്ങളുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ കാത്തിരിപ്പാണ്. ഈ വേദനകളൊക്കെ അനുഭവിക്കും എന്ന് പറയുമ്പോഴും നാം അതിനപ്പുറമായി കാണേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും തെറ്റിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഉള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരുപക്ഷെ സംഭവിച്ചിരിക്കാം. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറയുകയാണ് ക്രിസ്തു. ഇതിലൊന്നും അടിപതറാൻ നമുക്ക് കഴിയരുത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ യാതൊരു ചതിക്കുഴികളിലും വീണു പോകാതെ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതുപോലെ ചെയ്ത് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന മിന്നൽ പോലെ അതിവേഗത്തിൽ എത്തുന്ന ഒന്നാണ്. അതെന്തെന്നോ എങ്ങനെയെന്നോ നമുക്ക് പറയുവാനോ മനസ്സിലാക്കിയെടുക്കുവാനോ സാധിക്കുന്നതല്ല. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കണം. അവൻ വരുന്ന നിലയിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും കുറ്റബോധം തോന്നുവാൻ ഇടയാവരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ ജീവിതങ്ങളും. അതിന് നമ്മുടെ ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.